ഹലോ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്യാസ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ: വിനാഗിരി വേണം, സോഡാപ്പൊടി വേണം, നാരങ്ങ നീര്, സോപ്പ് സൊല്യൂഷൻ. ഞാനിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ക്ലീൻ ചെയ്യാമല്ലോ എന്നൊക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കുറച്ച് ദിവസമായി ഗ്യാസെല്ലാം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്നാൽ ഇന്ന് ഒരു വീഡിയോ ചെയ്തേക്കാം എന്നോർത്തിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. പക്ഷേ വീഡിയോ കുറച്ച് ലെങ്തായിപ്പോയി. അതെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കാരണം ഞാൻ എന്നിപ്പം അറിയാവുന്ന പോലൊക്കെ ചെയ്തതാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊന്നും നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉള്ള ആളല്ല ഞാൻ. എന്നെക്കൊണ്ട് കഴിയുന്ന പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കുക. ഗ്യാസ് ഞാൻ ഒരു ഇത് വെച്ച് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതൊക്കെ കറയൊന്നും തേച്ചിട്ടൊന്നും പോകുന്നൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. സക്സസ് ആവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എടുത്ത് വെച്ചിരുന്ന സോപ്പ് സൊല്യൂഷൻ ഞാൻ അതിൽ ഒഴിക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്ത് വെച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലേക്ക് ഒഴിക്കണം. കളർ ചേഞ്ചുള്ള ഭാഗത്ത് എല്ലാം ഞാൻ അങ്ങനെ ഒഴിച്ച് എല്ലായിടത്തും കുറച്ച് ഞാൻ കുറച്ച് അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കാരണം അത് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. മറ്റേ ആ കളർ ചേഞ്ചുള്ള ഭാഗത്ത് മാത്രമേ ഞാൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതെല്ലാം ആക്കി എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫുള്ള് അവിടെ എല്ലാം നല്ലോണം ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം സ്പ്രെഡാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം കുറച്ചേ ഞാൻ എടുത്തുള്ളത്. കാരണം എല്ലായിടത്തും ആകുമെന്നറിയില്ല. എങ്കിലും ഞാനത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറുണ്ടല്ലോ, സ്ക്രബ്ബർ കുറച്ചൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് അത് വെക്കുക. അത് വെച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മളത് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ പാത്രമൊക്കെ കഴുകുന്ന സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, അത് എടുത്തിട്ട് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ ഉരച്ച് കഴുകണം കേട്ടോ. ഉരച്ച് കഴിയുമ്പോഴത്തേന് അത് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ലോണം പോകുന്നുണ്ട്. ഉരച്ചൊക്കെ നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ ഞാൻ എല്ലാം മുഴുവനായിട്ട് ഫുൾ ക്ലീൻ ചെയ്യണം കേട്ടോ. എല്ലാം ഒന്നും പോകുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല. പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ്. കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ലെങ്തായിപ്പോൾ വീണ്ടും ഒന്നാണ് ഞാൻ പറയുകയാണ്. കാരണം ലെങ്ത് ഒരുപാട് കൂടിപ്പോയി. ഞാനത് ഷോർട്ട് ചെയ്ത് നോക്കിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ അതെല്ലാം ഞാൻ എല്ലാം ഫുള്ള് ഞാൻ സ്ക്രബ് വെച്ച് നല്ലോണം ഉരച്ച് ക്ലീൻ ചെയ്തു. ഈ ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് ആ പഴയ ആ ഒരു ഇതങ്ങ് മാറിയില്ലേ, അതൊക്കെ പോയില്ലേ. ഏകദേശം ഒരുപാട് ഫുള്ള് പോയി എന്ന് തോന്നുന്നു. എല്ലാം പോയില്ലേ. പിന്നെ ഫുള്ളത് ക്ലോത്ത് വെച്ചിട്ട് അതെല്ലാം മുഴുവൻ തുടച്ചെടുത്തു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ തുടച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ അതെങ്ങനെയുണ്ടെന്ന്. ഫുള്ള് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്യാണ്. കണ്ടോ, എല്ലാം പോയില്ല. നല്ലതായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം വേണം. അവസാനത്തെ ലുക്കാണ് കേട്ടോ ഇത്.